ഹലോ ഫ്രണ്ട്സ്, കളറിങ് എല്ലാവർക്കും വളരെ ഡൗട്ട് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കളറിങ്. ഏത് കളർ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഗ്രേ കവറേജ് ഉള്ളവർക്ക് എങ്ങനെ ചെയ്യണം, അങ്ങനെ പല പല ഡൗട്ടുകളായിരിക്കും നിങ്ങൾക്കുള്ളത്. അപ്പോൾ സ്കാപ്പയർ ആർട്ടിസ്റ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കളറിങ് ചെയ്യുന്ന ഷാഫി സാറാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രേ കവറേജ് വിത്ത് ഗ്ലോബൽ ഫാഷൻ കളറും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ഹൈലൈറ്റ് ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേ ഓൾറെഡി ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എടുത്ത് എത്ര പെർസെൻറ്റേജ് ഗ്രേ ഉണ്ടെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുള്ള ഒരു ഈസി ടെക്നിക്കാണ് നമ്മൾ ഓരോ സെക്ഷനിലും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 10 ഔട്ട് ഓഫ് ഒരു 7 ഉണ്ടെങ്കിൽ നമുക്ക് 70% ഗ്രേ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്ത ഒരു കളർ ഷെയ്ഡാണ് മാജി റെൽ, ലോറിയലിൻ്റെ മാജി റെല്ലിൻ്റെ. ആദ്യം ഞാൻ ഹൈലൈറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. 6.62 എന്ന് പറഞ്ഞ കളർ പ്ലസ് 40 വോളിയം ഡെവലപ്പറായിട്ട് നമ്മൾ കളർ മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്ത് വരുമ്പോൾ കാണുന്ന ഒരു കളർ ഷെയ്ഡാണ് ആക്ച്വലി നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അപ്പം ഇത് ജെൻസിൻ്റെ ഹെയർ കളർ ആയതുകൊണ്ട് ഹെയർ കട്ട് അൺഈവനാണ്. അപ്പം ഞാൻ ബോക്സായിട്ട് സെക്ഷൻ എടുത്തിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് സ്ട്രീക്കിംഗ് അഥവാ വീവിംഗ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. അതായത് നമ്മൾ സ്ലൈസ് ആയിട്ട് ഒരു സെക്ഷൻ എടുത്തതിന് ശേഷം ടെയിൽ കോംബ് വെച്ചിട്ട് ചെറിയ ചെറിയ സെക്ഷനായിട്ട് വീവ് ചെയ്തെടുക്കുക. ഓരോ സെക്ഷനെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ബ്രഷ് വെച്ചിട്ട് നമ്മൾ പ്രോഡക്ട്സ് ആപ്ലിക്കേഷൻ ചെയ്യുക. ആദ്യം നമ്മൾ പ്രോഡക്ട്സ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ബൈ ഹൊറിസോണ്ടൽ വേയിലും അത് ആപ്ലിക്കേഷൻ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെർട്ടിക്കലായിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ തൽക്കാലം ഇത് കൈവച്ച് ഇമൾസിഫൈ ചെയ്യാനുള്ള ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ബൈ ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നന്നായി ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ഫോയിൽ പേപ്പർ നല്ല രീതിയിൽ എയർ കടക്കാത്ത രീതിയിൽ ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്യുക. അതായത് രണ്ട് സൈഡും ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ പേപ്പർ മടക്കി ടൈറ്റായിട്ട് വെക്കുക. ഈ പ്രൊസീജിയർ തന്നെ നമ്മൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ഫോളോ ചെയ്യുക. അപ്പം ഞാൻ ലെങ്ത് ഉള്ള ആദ്യത്തെ സൈഡാണ് ഇപ്പം ഞാൻ ചെയ്തത്, സൈഡ് സെക്ഷൻ. ഇനി അതിനുശേഷം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് സെക്ഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം സെൻറ്ററിലുള്ള ബോക്സിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെ ആപ്ലിക്കേഷൻ ചെയ്തു. വെർട്ടിക്കലായിട്ട് നല്ല രീതിയിൽ എല്ലാ ഹെയറിൻ്റെ ലെങ്ത്തിൽ എത്തുന്ന രീതിയിൽ നമ്മൾ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോയിൽ പേപ്പർ വെക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ടൈറ്റായിട്ട് എയർ പാസ് ചെയ്യാത്ത രീതിയിൽ കിടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ നമ്മുടെ പ്രോഡക്ട്സ് പെട്ടെന്ന് തന്നെ പെനിട്രേറ്റ് ചെയ്ത് അത് പ്രോസസ്സ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ സൈഡ് സെക്ഷനും കഴിഞ്ഞു. ബാക്കിലത്തെ സെൻറ്റർ ബോക്സിൽ മാക്സിമം ലെങ്ത് കിട്ടുന്ന ഹെയർ തൊട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ ഫോയിൽ പേപ്പർ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനുള്ള സെക്ഷൻ ഡിവൈഡ് ചെയ്യാം. ഈ ഹൈലൈറ്റ് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷോർട്ട് ഹെയർ ആകുമ്പോൾ നമുക്ക് ക്യാപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ബട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫോയിൽ പേപ്പറാണ്. കുറച്ചും കൂടി ലെങ്ത്തും ഒരു ഈവൻ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്പിന് പകരം ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഫോയിൽ ചെയ്യുമ്പോൾ നമുക്ക് 1 ഫിംഗർ ഗ്യാപ്പിൽ ചെയ്യാം. 1 ഫിംഗർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അടുപ്പിച്ച് നമുക്ക് ഹൈലൈറ്റ് കിട്ടും. ഇല്ലെങ്കിൽ 2 ഫിംഗർ ഗ്യാപ്പിൽ ചെയ്യാം, 3 ഫിംഗർ ഗ്യാപ്പിൽ ചെയ്യാം. അങ്ങനെ ഓരോ ക്ലയൻറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മൾ സെക്ഷൻ ഡിവൈഡ് ചെയ്ത് ഫോയിൽ സെപ്പറേറ്റ് ചെയ്യാം. അടുത്ത ഹെയർ കളർ 4.26 ആണ് യൂസ് ചെയ്യുന്നത് വിത്ത് 20 വോളിയം. 20 വോളിയത്തിൽ അവിടെ വെരി ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം കോംബ് വെച്ച് നന്നായി കോംബ് ചെയ്യുമ്പോൾ നമുക്ക് സെക്ഷൻ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കോംബ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ബ്രഷ് വെച്ചിട്ട് വീണ്ടും ഒന്ന് കോംബ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ സൈഡിലെ സെക്ഷൻ നല്ല ഷോർട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്ത് അത് കോംബ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഹെയറിലും ആ പ്രോഡക്റ്റ് സ്പ്രെഡ് ആവും. വിത്ത് റൂട്ട് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ 20 വോളിയം ഡെവലപ്പറാണ് ഈ പ്രോഡക്റ്റിന് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് അമോണിയ ബേസ്ഡ് ആയിട്ടുള്ള ലോറിയലിൻ്റെ കളറാണ്. ഇപ്പോൾ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്ത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് പ്രോഡക്റ്റ് ഇമൾസിഫൈ ചെയ്യാൻ പറ്റും.
അപ്പം നമുക്ക് കോംബ് വെച്ച് കോംബ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ബൈ ഫിംഗർ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഇമൾസിഫൈ ചെയ്യുക. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഏകദേശം ഫ്രണ്ട് സെക്ഷനിലും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രണ്ട് ഏരിയയും കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോയിൽ ആദ്യം വെച്ചതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആ ഹൈലൈറ്റ് ഹെയറിൽ ഈ കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഫോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി കംപ്ലീറ്റ് ആവുന്ന നമ്മുടെ ഗ്രേ കവറേജ് ആവുകയും ചെയ്യും. ചെറിയ നമ്മൾ എക്സാക്റ്റ് ഹൈലൈറ്റ് ഷെയ്ഡ് അല്ല എടുത്തേക്കുന്നത്. ക്ലയൻറ്റിന് അത്രയും ഹൈലൈറ്റ് ഷെയ്ഡ് ഡിമാൻഡബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്ലോബൽ ഫാഷൻ ഷെയ്ഡിൻ്റെ കളറ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അതായത് 6.2 ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ വാഷിന് ശേഷം ഇത് നമ്മളൊരു 35 മിനിറ്റ്സ് കീപ്പ് ചെയ്തതിന് ശേഷം കളർ പ്രൊട്ടക്ഷൻ, ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഇത് വെച്ച് ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ ഇട്ട് ഒരു 3 to 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്തു. നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന രീതി സെക്ഷൻ എടുത്ത് ബ്ലോ ഡ്രൈ ചെയ്യുവാണ്. അങ്ങനെ ബ്ലോ ഡ്രൈ ഓരോ സെക്ഷൻ, നമുക്കിപ്പോൾ ലെങ്ത് ഉള്ള ഹെയർ ആണെങ്കിൽ 4 സെക്ഷൻ എടുത്തിട്ട് ബ്ലോ ഡ്രൈ ചെയ്യാം, ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട്. ഇതിപ്പോൾ ഷോർട്ട് ഹെയർ ആകുമ്പം നമുക്ക് അങ്ങനെ ക്ലിപ്പിൽ കിട്ടാത്തതുകൊണ്ട് ഓരോ സെക്ഷന് നമ്മൾ റോൾ ചെയ്ത് കോംബ് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വിസിബിൾ ആവുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു ഹൈലൈറ്റ് ഷെയ്ഡും നമ്മുടെ ഗ്രേ കവറേജ് കംപ്ലീറ്റ്ലി കവറായിട്ട് ബ്ലാക്ക് എഫക്റ്റ് അല്ലാത്ത ഒരു നാച്ചുറൽ ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു ബർഗണ്ടി ഷെയ്ഡ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കളർ കൊടുത്തേക്കുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്റ്റൈലിംഗ് പ്രോഡക്റ്റ്. ഞാനിപ്പോൾ സിറം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിറം യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഷൈനിങ് എഫക്റ്റ് കിട്ടും. നിങ്ങൾക്ക് പല രീതിയിലുള്ള സ്റ്റൈലിംഗ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്, വാക്സ് ആയിട്ടും ജെല്ലായിട്ടും. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സിറം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലും സെക്ഷൻ ബൈ സെക്ഷൻ എടുത്ത് കോംബ് ചെയ്താൽ ആ ഹൈലൈറ്റ് ഷെയ്ഡ് നമുക്ക് വിസിബിൾ ആവും. ആ രീതിയിലാണ്, ആ ടെക്നിക്കലാണ് നമ്മൾ ഇന്നത്തെ ഫോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഏത് രീതിയിലും ഏത് സെക്ഷൻ ബൈ സെക്ഷൻ എടുത്ത് കോംബ് ചെയ്താലും നമുക്ക് ആ ഹൈലൈറ്റ് ഷെയ്ഡ് വിസിബിൾ ആകും. അറ്റ് ലാസ്റ്റ് ഞാൻ ചെറിയ രീതിയിൽ ഒരു ഷൈനിങ് സ്പ്രേ കൊടുത്തിട്ടുണ്ട്. സീ ദ റിസൾട്ട്.